ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ് മൈഡിയ സ്വത്ത് കുട്ടികളെ. ഇന്നൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോകുന്ന കപ്പിൾസിനെ മാത്രം തിരഞ്ഞു പിടിച്ച് വകവരുത്തുന്ന ഒരു സീരിയൽ കില്ലർ. ഇയാൾ അവരെ വകവരുത്തുന്നതിന് മുന്നേ ആ നാട്ടിലെ പത്രക്കാർക്ക് ഒരു പോസ്റ്റ് കാർഡ് അയക്കും, എന്നിട്ടാണ് വകവരുത്തുന്നത്. ഇതിൽ ആ കില്ലർ അറിയാതെ ഒരു പഴയ പോലീസുകാരന്റെ മകളെയും വകവരുത്തുന്നു. അപ്പൊ ആ പോലീസുകാരനായ അച്ഛൻ തന്റെ മകളെ ഇല്ലാതാക്കിയ ആ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ 2020 റിലീസ് ചെയ്ത ദ പോസ്റ്റ് കാർഡ് കില്ലിംഗ് എന്ന അമേരിക്കൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 2 ഡെഡ് ബോഡികൾ ബെഡിൽ ഇങ്ങനെ കണ്ണും തുറന്ന് ചാരിയിരുത്തിയിരിക്കുന്നു. അവരുടെ ശരീരത്തിലുള്ള മുഴുവൻ രക്തവും ഈ കില്ലർ ഊറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അയാള് അവിടെ വെച്ച് തന്നെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർക്ക് ഒരു പോസ്റ്റ് കാർഡ് എഴുതി അയക്കുന്നു. ലണ്ടനിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അടുത്ത സീനിൽ 2 പോലീസുകാർ വന്ന് ഒരു മധ്യവയസ്കനെ വിളിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയാണ്. ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. മെയിൽ ബോഡി കണ്ടിട്ട് അതെ ഇതെന്റെ മരുമകൻ തന്നെയാണെന്ന് ഹീറോ പറയും. അടുത്ത ഫീമെയിൽ ബോഡി കണ്ടിട്ട് അങ്ങേർക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പൊട്ടിക്കരഞ്ഞു പോകും പുള്ളി. അവിടുന്ന് നേരെ തന്റെ മുറിയിലേക്ക് വന്ന് കരച്ചിൽ നിർത്താൻ കഴിയാതെ ഒരുപാട് മദ്യവെച്ച് ബോധരഹിതനായി ആള് കിടന്നുറങ്ങിപ്പോവാണ്. ഈ സമയത്ത് മറ്റേതോ ഒരു സ്ഥലത്ത് യങ് കപ്പിളായിട്ടുള്ള 2 പേര് റീസെന്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞാൻ തോന്നും, ഹണിമൂണിന് പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. ഇവര് ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നു, ഇങ്ങോട്ടോ പോവാണ്. അപ്പൊ കാണാൻ ലേശം റൗഡി ലുക്കുള്ള ഒരു ചേട്ടൻ വരുന്നുണ്ട്, മുടിയൊക്കെ നീട്ടി വളർത്തിയൊരു ചേട്ടൻ. പുള്ളിക്കാരൻ ഇവരെ പരിചയപ്പെടും. എന്റെ പേര് മാക് ആണെന്നും പറഞ്ഞു. ഈ കപ്പിൾസിലെ ചെറുപ്പക്കാരൻ, ഞാൻ പീറ്ററാണ്, ഇത് സിൽവിയ എന്റെ ഭാര്യയാണ്. ഈ മാക്കിന്റെ ശരീരത്തിലെ ടാറ്റു കാണുമ്പോൾ പീറ്റർ, ആ ചെറുപ്പക്കാരൻ, എന്റെ ഭാര്യയ്ക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്, അവളൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ വീണ്ടും ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. ഹീറോ മുറിയിൽ ബോധമില്ലാതെ കിടക്കുമ്പോഴാണ് ഭാര്യ മുറിക്കകത്തേക്ക് കയറി വരുന്നത്. നീ ഈ അവസ്ഥയിലായിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അവർ മുറിയെല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഹീറോ ഭാര്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അവർക്ക് കഴിയുന്നില്ല. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കും, എനിക്ക് അവളൊന്ന് കാണണം, ഒരു തവണയെങ്കിലും കാണണമെന്ന്. ഹീറോ, ഇല്ല, കാണാൻ പറ്റാത്ത അവസ്ഥയാണ്, നീ മനസ്സിലാക്കുന്ന പറയുന്നുണ്ട്. അപ്പൊ ഭാര്യ ചോദിക്കും, ഇതെവിടെ വെച്ചാണ് സംഭവിച്ചത്, ആ സ്ഥലമെങ്കിലും എനിക്കൊന്ന് കാണണം എന്ന് പറയും. അതിനെ തിരസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഹീറോ ഭാര്യയും വിളിച്ചുകൊണ്ട് ഈ ക്രൈം നടന്ന സ്പോട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. അവിടെ ഹീറോയ്ക്ക് അറിയുന്ന ഒരു പോലീസുകാരനായിരിക്കും ഉണ്ടാവുക. ഇത് ക്രൈം സീനാണെന്ന് എനിക്കറിയാം, പക്ഷെ സീനിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ നോക്കാനും എനിക്കറിയാം. ഞാൻ 30 വർഷം പോലീസായിട്ട് വർക്ക് ചെയ്തതല്ലേ, എന്നൊന്ന് കാണാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഇങ്ങനെ ഭാര്യയും വിളിച്ച് ആ മുറിയിലേക്ക് ചെല്ലും. അപ്പൊ ആ പോലീസുകാരൻ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. ബിൽഡിങ്ങിലുള്ള എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തു, ആരും ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. വീടിനകത്ത് മൊത്തം ഈ മരിച്ചവരുടെ കൈരേഖകൾ മാത്രമേ ഉള്ളൂ, പുതിയതായി വന്ന് ആരുടെയും കാണുന്നില്ല. വീടിനകത്തൊന്നും പൊട്ടിക്കുകയോ ഡോറ് തല്ലി പൊളിക്കുകയോ ചെയ്തിട്ടില്ല. വീടിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിക്രമിച്ച് ആരും കടന്നിട്ടില്ല എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലായി. മരിച്ചവരുടെ രക്തം ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും, ഇല്ല, മുഴുവൻ രക്തവും ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ടാണ് അവൻ എടുത്തിട്ട് പോയിരിക്കുന്നത്. ഇതിൽ പോലീസുകാർ കാണുമ്പോൾ ഹീറോയുടെ മരുമകനെ കണ്ണ് രണ്ടും തുറന്ന അവസ്ഥയിലാണ് കൊന്നിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ചുണ്ടിന് മുകളിൽ മറ്റൊരു ജഡത്തിന്റെ ചുണ്ട് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഭാര്യയുടെ, ഹീറോയുടെ മോളുടെ ഒരു കൈ വെട്ടിമാറ്റുകയും മറ്റൊരു കൈ ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് ഹീറോയുടെ ഭാര്യ മറിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടാവും. അവർക്ക് താങ്ങാൻ കഴിയില്ല. സംഭവങ്ങളെല്ലാം അറിയുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി, ഇത് പെട്ടെന്ന് ആർക്കോ കയ്യബദ്ധത്തിൽ ചെയ്യേണ്ടി വന്ന കൊലപാതകമല്ല, ഹൈലി ഓർഗനൈസ്ഡ് ക്രൈമാണ്. അതിന് പിന്നിൽ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടാവണം. അതെന്താണെന്ന് ഹീറോ ചോദിക്കും. പോലീസുകാരന് ഉത്തരവില്ല. അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും ഈ ട്രെയിൻ സീനാണ് കാണിക്കുന്നത്. ട്രെയിനിൽ നമ്മുടെ മാക്, അയാൾ നിങ്ങൾ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള പ്ലാൻ ഉണ്ടോ, ഇല്ലെങ്കിൽ എന്റെ കൂടെ വായോ, എനിക്ക് ഈ സിറ്റിയിലെ പല സ്ഥലങ്ങളും അറിയാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നമ്മൾ ഒരുമിച്ച് കറങ്ങാന്ന് പറയും. ഈ കപ്പിൾസിനാണെങ്കിൽ ഒരു സംശയം, ഇയാളെ കൂടെ പോണോ വേണ്ടയോ, കുറച്ച് പേടിയുണ്ട്. അപ്പോഴേക്കും മാക്ക് പറയും, ഞാൻ വോഡ്ക വാങ്ങിച്ചുകൊണ്ട് വരാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് മാക്ക് വോഡ്ക എടുക്കാൻ പോവാ. അപ്പൊ ഈ കപ്പിളിലെ സിൽവിയ, ആ പെൺകുട്ടി പറയാണ്, നമ്മൾ ഒരുമിച്ചല്ലേ ആഘോഷിക്കേണ്ടത്, എന്തിനാ മറ്റൊരാൾ, നമുക്ക് അയാൾ വേണ്ട, നമുക്ക് അയാളെ കട്ട് ചെയ്തിട്ട് മാറിപ്പോകാന്ന് പറയും. ഈ പീറ്റർ സമ്മതിക്കുന്നുണ്ട്. അവിടുന്ന് വീണ്ടും ഹീറോയുടെ സീനിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ ഭാര്യ, അവർക്ക് ഹണിമൂണിന് പോകാൻ എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ ലണ്ടനിലേക്ക് നിങ്ങൾ പറഞ്ഞു വിട്ടത്, നിങ്ങൾ കാരണമാണ് എൻ്റെ മോള് മരിച്ചതെന്ന് പറഞ്ഞ് ഹീറോയെ കുറ്റപ്പെടുത്തി തല്ലാൻ തുടങ്ങും. ഹീറോയാണെങ്കിൽ, നിനക്ക് കുറ്റപ്പെടുത്താൻ ഞാനെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ആരെയെ കുറ്റപ്പെടുത്താന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ മാക്ക് വോഡ്കയും വാങ്ങി തിരിച്ചു വരുമ്പം ആ കപ്പിളിനെ കാണുന്നില്ല. ഇവനെ കട്ട് ചെയ്താന്ന് അവന് മനസ്സിലായി. പക്ഷെ ആ കപ്പിളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മങ്കി ക്യാപ്പ് അത് അവരവിടെ മറന്നു വെച്ചിട്ട് പോയിരിക്കുന്നു. വീണ്ടും ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോൾ ഭാര്യ, ആരോ നമ്മുടെ മോളെ ഇല്ലാതാക്കിയതാ, ഞാനെല്ലാം കേട്ടു,
അവനെ വെറുതെ വിടരുത്, അവൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ ഇനി സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവരവരെ മുറിയിലേക്ക് തിരിച്ചു പോകും. ഹീറോ നേരെ തന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു. വിഷമൊക്കെ കുറച്ചു നേരം മാറ്റിവെച്ച് ഈ സസ്പെക്ട് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയുള്ള പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു മാപ്പ് എടുത്ത് ഇവരുടെ യാത്രയെല്ലാം മാർക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ഈ ക്രൈമിനെ പറ്റിയുള്ള ന്യൂസ്, ഈ കൊലപാതകം TV ന്യൂസിൽ പറയുന്നുണ്ട്. ആ ന്യൂസിൽ കൊലപാതകം നടന്ന സമയത്ത് ഈ കൊലപാതകം സംബന്ധമായ ഒരു പോസ്റ്റ് കാർഡ് ന്യൂസ് പേപ്പറിന് കിട്ടിയിട്ടുണ്ടെന്ന് ന്യൂസിൽ പറയുന്നുണ്ടാവും. ഇത് അറിഞ്ഞ ഉടനെ ഹീറോ നേരെ തന്റെ പരിചയക്കാരനായ പോലീസുകാരന്റെ അടുത്തേക്ക് വരുന്നു. നീ എന്തുകൊണ്ട് ഈ പോസ്റ്റ് കാർഡിന്റെ വിവരം എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കും. അപ്പൊ ആ പോലീസുകാരൻ പറയാണ്, ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ന്യൂസാ, നീ വിക്ടിമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുമാണ്, നിന്നോടത് ഷെയർ ചെയ്യാൻ പറ്റില്ല, നിനക്ക് പ്രോട്ടോകോൾ അറിയാലോ, അതുകൊണ്ടാണെന്ന് പറയും. അപ്പൊ ഹീറോ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊളീഗ് പോലീസുകാരനോട് നീ കാണിക്കുന്ന മര്യാദ ഇതാണോ? TV ന്യൂസുകാർക്ക് അറിയാം, എനിക്കറിയില്ല. എന്നോട് നീ പ്രോട്ടോകോളിന്റെ കാര്യം പറയുന്നു. എനിക്ക് വേണ്ട ഉത്തരം നിനക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ അത് കണ്ടുപിടിച്ചോളാം. ഇനി ഞാൻ നിന്നെ ബന്ധപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങും. നേരെ ഈ പോസ്റ്റ് കാർഡ് കിട്ടിയ പത്രം റിപ്പോർട്ടറെയാണ് ഹീറോ കാണാൻ പോകുന്നത്. അയാളുടെ കാറിന് മുന്നിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പത്രം റിപ്പോർട്ടർ വരുന്നു. കൂടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. നിങ്ങൾക്കൊരു പോസ്റ്റ് കാർഡ് കിട്ടിയില്ലേ, മരിച്ചത് എന്റെ മോളാണെന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടർ പറയും, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്റെ കാർ എടുക്കാൻ നിൽക്കുക. അപ്പൊ ഹീറോ ചോദിക്കും, നിങ്ങൾക്ക് മക്കളുണ്ടോ? മക്കളുണ്ടായിരുന്നെങ്കിൽ ആ വേദന നിങ്ങൾക്ക് അറിയുമായിരുന്നു. അപ്പൊ അയാള് ഉണ്ട്, ഒരു കൊച്ചു പെൺകുട്ടിയുണ്ടെന്ന് പറയും. ഹീറോ ഒരു പ്രശ്നക്കാരനല്ല, തന്റെ മോള് നഷ്ടപ്പെട്ട വേദന കൊണ്ടാണ് ഇയാളെ കാണാൻ വന്നിരിക്കണേന്ന് പുള്ളിക്ക് മനസ്സിലായി. ഹീറോ പറയും, ഒരു പെൺകുട്ടിയുടെ അച്ഛനാവുക അതിനേക്കാളും സ്പെഷ്യലായിട്ട് ഒരാണിന് മറ്റൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ റിപ്പോർട്ടർ പറയും, അതെ, എനിക്കൊരു പോസ്റ്റ് കാർഡ് കിട്ടിയിരുന്നു. എനിക്ക് മാത്രമല്ല, പ്രാഡോയില് മറ്റൊരു പോസ്റ്റ് കാർഡും കൂടെ ഈ കില്ലർ അയച്ചിട്ടുണ്ട്. അവിടുത്തെ വിക്ടിംസിന്റെ ചുണ്ടറുത്ത് മാറ്റപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞാണ് ഈ പോസ്റ്റ് കാർഡ് കിട്ടുന്നത്. എനിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ പ്രാഡോയിലേക്ക് ചെന്ന് നോക്കൂ, ചിലപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുമായിരിക്കും. ഹീറോ ഉടനെ അവിടുന്ന് പുറപ്പെട്ട് മാഡ്രിഡിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കിട്ടുമോ നോക്കാണ്. പക്ഷെ എയർപോർട്ടിലെ ജീവനക്കാരി പറയും, എല്ലാ ഫ്ലൈറ്റും ഫില്ലായി സാർ, ഇനി സീറ്റൊന്നുമില്ല, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ബുക്ക് ചെയ്ത് തരാമെന്ന് പറയും. എന്നാൽ ഹീറോ സമ്മതിക്കില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയേ പറ്റൂ, നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത, ഇതൊരു ജീവൻ മരണ പോരാട്ടാന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് നിലവിളിക്കുക. എയർപോർട്ടിൽ ചെറിയ പ്രശ്നം കണ്ടാൽ തന്നെ അവിടുത്തെ പോലീസുകാർ പിടിച്ചോണ്ട് പോകും. അങ്ങനെ ഒച്ചിത്തിരി കൂടുമ്പോഴത്തേക്കും അവിടുത്തെ പോലീസുകാർ ഹീറോനെ അറസ്റ്റ് ചെയ്യും. ഹീറോ പഴയ പോലീസുകാരനാണെന്ന് അവർക്ക് മനസ്സിലാവും. ആ എയർപോർട്ടിൽ നിന്ന് റിലീസ് ചെയ്യാൻ തന്റെ പഴയ കൂട്ടുകാരൻ തന്നെ വരേണ്ടി വന്നു. അയാൾ വന്ന് ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഹീറോനെ അവിടെ നിന്ന് റിലീസ് ചെയ്യും. എന്നിട്ട് നീ വീട്ടിലേക്ക് പോ, ഇതിന് പുറകെ പോകണ്ട, നിന്റെ മാനസിക നില ശരിയല്ല, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കും, ദയവ് ചെയ്ത് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹീറോ അത് കേൾക്കില്ല. നിന്റെ സിമ്പതിക്ക് നന്ദി, അവസാനം നിന്നിന്ന് എനിക്കതാണല്ലോ കിട്ടുന്നത്, എനിക്കത് വേണമെന്നില്ല, മരിച്ചത് എന്റെ മോളാ, ഞാൻ അവനെ കണ്ടുപിടിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ ആ എയർപോർട്ടിൽ തന്നെ കിടക്കുന്നു. പിറ്റേന്ന് അടുത്ത ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി കാത്തിരിക്കുക. പക്ഷെ അപ്പോഴാണ് പുതിയൊരു ന്യൂസ് വരിക. യൂറോപ്പിലെ മ്യൂണിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയൊരു കപ്പിൾ കൊലപാതകം. അത് സംഭവിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ. ഈ ന്യൂസ് കേട്ട ഉടനെ ഹീറോ മ്യൂണിച്ചിലേക്ക് വരുന്നു. അപ്പോഴേക്കും ആ കൊലപാതകം നടന്ന ഹോട്ടലിൽ നിറച്ചും പോലീസുകാരായി. അവിടുത്തെ കേസ് അന്വേഷിക്കുന്നത് ഒരു വയസ്സായ പോലീസുകാരനാണ്. അങ്ങേര് ബാക്കിയുള്ള ഓഫീസർമാരെയൊക്കെ കണ്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഹീറോ ആരും കാണാതെ ഈ ഹോട്ടലിനകത്തേക്ക് കടക്കും. പക്ഷെ ഹീറോയുടെ ആക്ടിവിറ്റികൾ കണ്ട് സംശയിച്ച 1-2 പോലീസുകാർ ഹീറോയെ പിടിച്ചോണ്ട് പോകുന്നു. ഹീറോ ആരാണ് എന്താണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കേസ് അന്വേഷിക്കുന്ന വല്യച്ചൻ പോലീസുകാരന് ഹീറോയോട് സാധാമം തോന്നും. ഹീറോയെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് ഒരു കോഫി ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുക. മോളുടെ മരണകാരനൊക്കെ പറയുമ്പം പുള്ളിക്കും വിഷമാവും. ഹീറോ തന്റെ മകളുടെ ഒരു കൈ കാണുന്നില്ല, അത് ഈ കില്ലർ കൊണ്ടുപോയിട്ടുണ്ട്. ആ കൈ ഇപ്പൊ ലാസ്റ്റ് നടന്ന കൊലപാതകത്തില് ആ ക്രൈം സീനിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന് ചോദിക്കും. ഇല്ല എന്നാണ് ഈ പോലീസുകാരൻ പറയുക. പക്ഷെ വേറെ ചില ബോഡി പാർട്സ് ഈ ക്രൈം സീനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും ഒരു കപ്പിളിനെയാണ് കൊന്നിരിക്കുന്നത്. രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയിട്ട് മെയിലിന്റെ വയറിലേക്ക് ഒരു ദ്വാരമിട്ട് ഫീമെയിലിന്റെ കൈ ആ ദ്വാരത്തിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു. ഈ കില്ലർ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഹീറോ കില്ലർ ടാർഗറ്റ്സിനെ സ്പെഷ്യൽ സെലക്ഷനാണ് വെച്ചിരിക്കുന്നത്, മാരീഡ് കപ്പിൾസ്. എന്തുകൊണ്ടായിരിക്കും അത്? ആ വല്യച്ഛൻ പറയും, ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, പഴയ കില്ലേഴ്സിന്റെ പ്രൊഫൈലുമായിട്ട് ഇത് മാച്ച് ആവുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം ഒരു പോസ്റ്റ് കാർഡും പിന്നെ ഫോട്ടോഗ്രാഫും കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഫോട്ടോഗ്രാഫ്സോ? എനിക്കതൊന്ന് കാണണം, അതെവിടെയാണെന്ന് ചോദിച്ചിട്ട് ഹീറോ ഈ വല്യച്ഛന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഇപ്രാവശ്യം കൊല ചെയ്യപ്പെട്ട വിക്ടിംസിന്റെ ബോഡിക്കരികിലായി മറ്റേതോ വിക്ടിംസിന്റെ ബോഡി പാർട്സും കിട്ടിയിട്ടുണ്ട്. 2 കണ്ണും ഒരു നാക്കും ഒക്കെ. അതിന്റെ എല്ലാം ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും. ഹീറോ ആ ഫോട്ടോസ് എടുത്തു വെക്കുന്നു. വല്യച്ഛൻ, നിങ്ങൾക്കറിയാവുന്ന ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരുമോ? ഈ കില്ലറിന്റെ ഒരു പ്രൊഫൈല് മനസ്സിലാക്കാനാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ പോലും എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് അവൻ ഈ സിറ്റി വിട്ടു പോയി കഴിഞ്ഞു. ഓരോ സിറ്റിയിലും മാറി മാറിയാണ് ഇവൻ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനിപ്പോൾ പോയിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല, അവന് പുറകെ പോകണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് സ്വീഡനിലെ ഒരു പത്രം ഓഫീസിൽ റിപ്പോർട്ടർക്ക് പുതിയൊരു പോസ്റ്റ് കാർഡ് കിട്ടും. ലവ് വിൽ നെവർ ഡൈ എന്ന് മാത്രം എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റ് കാർഡ്. ഇതവർ സംശയപ്പെട്ട് പോലീസുകാരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. പോലീസുകാർ ഈ വിവരം
വിവരം നിങ്ങൾ പുറത്ത് ആരോടും പറയാൻ പാടില്ല. നിങ്ങൾക്ക് സർവീലൻസായി 2 പോലീസുകാർ എപ്പോഴും ഉണ്ടാവും. അവർ നിങ്ങളെ വാച്ച് ചെയ്യും, നിങ്ങളുടെ മെയിൽ ബോക്സും ചെക്ക് ചെയ്യും. ഇത് ആരോടും പറയരുതെന്നും പറഞ്ഞ് ഇവരെ പറഞ്ഞുവിടും. പക്ഷെ എങ്ങനെയൊക്കെയോ പത്രക്കാരിത് മണത്ത് പിടിച്ച് അവർ ഈ റിപ്പോർട്ടർ ന്യൂസ് പത്രത്തിൽ കൊടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഹീറോ ആ റിപ്പോർട്ടർ അന്വേഷിച്ച് വരികയാണ്. ആരും കാണാതെ റിപ്പോർട്ടറെ ഹീറോ ഫോളോ ചെയ്ത് പോകും. ഞാനൊരു പോലീസുകാരനാണ്, ഒരു സീരിയൽ മർഡർ കേസിനെ പറ്റി സംസാരിക്കാനുണ്ട്, ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് പറയുമ്പം ഈ റിപ്പോർട്ടർ പേടിച്ചിട്ട് ഞാൻ ഓൾറെഡി പോലീസുകാരോട് സംസാരിച്ച, കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അവരോട് ചെന്ന് ചോദിക്കുമെന്നും പറഞ്ഞ് അവരെ വീട്ടിലേക്ക് കയറി കതക് വലിച്ചടയ്ക്കും. അപ്പൊ ഹീറോ തന്റെ ID കാർഡ് മാത്രം അവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാനോ വന്ന് ഉപദ്രവിക്കാനല്ല, എന്റെ കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. ഈ സമയം നമ്മുടെ ക്യൂട്ട് കപ്പിളില്ലേ, അവരിങ്ങനെ ഊരുതണ്ടാൻ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും മുടിയൻ മാക്കിനെ കണ്ടുമുട്ടുന്നു. നിങ്ങൾ എന്നെ പറ്റിച്ചിട്ട് പോയല്ലേ, കുഴപ്പമില്ല, ഇനി രക്ഷപ്പെടാൻ പറ്റില്ല, എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് ഇയാളൊരു ചെറിയ ബാറിലേക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവരുടെ പ്ലാൻസ് ഒക്കെ ചോദിക്കുന്നു. അവർക്ക് കാര്യമായ പ്ലാൻസ് ഒന്നുമില്ല. എന്റെ കയ്യിൽ പ്ലാനുണ്ട്, എന്റെ വൈഫ് ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം, ഞങ്ങൾക്ക് അറിയുന്ന ചില പ്ലേസസ് ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞ് മാക്ക് ഇവരോട് കമ്പനി അടിക്കുന്നു. ഈ സമയത്ത് ഹീറോ ഈ കൊലയാളിയുടെ യാത്രാ സ്വഭാവം മനസ്സിലാക്കിയിട്ട് നേരെ ആ നാട്ടിലെ പോലീസുകാരുമായിട്ട് ബന്ധപ്പെടുന്നു. ഇവരെ കൊലപാതകത്തിനൊരു പാറ്റേൺ ഉണ്ട്. ഓരോ 8 ദിവസത്തിനിടയിലാണ് അവർ ഈ കൊലപാതകം ചെയ്യുന്നത്. ഇപ്പൊ 3 കപ്പിളിനെയും കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്നാൽ ഇനിയും ബോഡി കണ്ടുപിടിക്കാത്ത കപ്പിൾസ് ഉണ്ട്. ഈ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 8 ദിവസങ്ങൾക്കിടയിലായി യൂറോപ്പിലെ ഓരോ ടൗണിലും ഇവർ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പോലീസുകാർ പറയും, ഞങ്ങളാൽ കഴിയുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്, നിങ്ങൾ പുതിയ ഐഡിയോളജി എന്തെങ്കിലും വന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വലിയ ഡിറ്റക്റ്റീവ് ആകാം, ഇവിടെ ഞങ്ങൾക്ക് ചില പ്രോട്ടോക്കോൾ ഉണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പുള്ളിക്കാർ പറയും. അപ്പോൾ ഹീറോ ഇനി വെറും 4 ദിവസം മാത്രമേ ഉള്ളൂ, ഒരു കൊലപാതകം കൂടെ നടക്കാൻ പോകുന്നു, നിങ്ങൾ ഇത്ര ലേസി ആയിട്ടിരുന്നാൽ അടുത്ത കൊലപാതകം നടക്കുമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവും. ഈ സമയത്ത് ലാസ്റ്റ് പോസ്റ്റ് കാർഡ് കിട്ടിയില്ലേ, ആ റിപ്പോർട്ടർ ഈ കില്ലറുടെ കൊലപാതക ഡീറ്റെയിൽസ് ഒക്കെ സെർച്ച് ചെയ്യുന്നു. അതിൽ അമേരിക്കൻ കപ്പിള്, നമ്മുടെ ഹീറോയുടെ മോളും ഭർത്താവും, അവരെ പിക്ചേഴ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണ വീഡിയോയിൽ നമ്മുടെ ഹീറോയുടെ രൂപം കാണുക. സോ ഹീറോ ഒരു ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി, പഴയൊരു പോലീസുകാരനാണെന്ന് മനസ്സിലായി. ഇവളുടനെ അവളെ മാനേജറെ കണ്ട് എനിക്ക് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ കിട്ടിയിട്ടുണ്ട്, ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. സോ ഹീറോയെ വെച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാനാണ് അവളുടെ പ്ലാൻ. അത് അവൾ ഹീറോയോട് പറയുന്നില്ല. നോർമലി മീറ്റ് ചെയ്യുന്നത് പോലെ ഹീറോയെ ഒന്ന് മീറ്റ് ചെയ്യും. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ മോളുടെ കാര്യം എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറയും. നിങ്ങൾക്ക് എന്താണ് എന്നിൽ നിന്നും അറിയേണ്ടതെന്ന് ഈ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ ആ പോസ്റ്റ് കാർഡിൽ എന്താണ് ഉണ്ടായിരുന്നെന്ന് ഹീറോ ചോദിക്കും. ഇവള് ഹീറോയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മാഡ്രിഡിൽ ടിൽ ഡെത്ത് ഡു അസ് പാർട്ട് എന്നെഴുതിയൊരു പോസ്റ്റ് കാർഡാണ് അവിടുത്തെ റിപ്പോർട്ടർക്ക് കിട്ടിയത്. പിന്നെ ലണ്ടനിൽ വാച്ച് ദ ഇന്നസെന്റ് ഡൈ ഇങ്ങനെ എഴുതിയ പോസ്റ്റ് കാർഡ്. മ്യൂണിച്ചില് ഫീൽ ദ പെയിൻ സീ ദ ട്രൂത്ത് അങ്ങനെ എഴുതിയ പോസ്റ്റ് കാർഡ്. ഈ പെണ്ണിന് കിട്ടിയത് ലവ് വിൽ നെവർ ഡൈ, അത് നമ്മൾ കണ്ടതായിരുന്നു. അങ്ങനെ എഴുതിയൊരു പോസ്റ്റ് കാർഡാണ്. ഇതിന്റെ ഒന്നും അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഓരോ സിറ്റിയിലും ഞങ്ങൾ കൊലപാതകം ചെയ്യുന്നു എന്നുള്ളത് ഈ കില്ലർ അവിടുത്തെ പത്രക്കാരെ അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കില്ലിങ്ങിന് വേണ്ട പബ്ലിസിറ്റി ഈ കില്ലർ ആഗ്രഹിക്കുന്നു. ഇതുവരെ മാത്രമേ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുള്ളൂ. അവിടുന്ന് കട്ട് ചെയ്ത ആ മുടിയൻ മാക്ക് അവനൊരു ടാറ്റു അടിച്ച പെണ്ണിനെ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവരെ പരിചയപ്പെടുത്തും. നമ്മുടെ പീറ്ററിനെയും സിൽവിയനെയും. അവർ തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നു. ക്ലബ്ബിൽ വെച്ച് ചില ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്ക് അറിയുന്ന ഒരു ഐലൻഡ് ഉണ്ടെന്ന് പറയും. അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവർ തീരുമാനം എടുക്കുന്നു. ഈ സമയത്ത് ഇവിടെ ഹീറോ കൊല ചെയ്യപ്പെട്ട ബോഡികളുടെ അവസ്ഥ കണ്ട് ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നോർത്തിട്ട് അതൊരു ലൈബ്രറിയന്റെ അടുത്ത് വന്ന് ചോദിക്കും, ആ ബോഡിയുടെ അവസ്ഥ ഇങ്ങനെയാണ്, ഏതെങ്കിലും പഴയ പുസ്തകങ്ങളായിട്ടോ ചിത്രങ്ങളായിട്ടോ ഇതിന് ബന്ധമുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ആ ലൈബ്രറിയൻ ജീസസിന്റെ പഴയൊരു പടം കാണിച്ചു കൊടുക്കുന്നു. അതിൽ തോമസ് അപ്പസ്തോലൻ അങ്ങേര് ജീസസ് പുനർജനിച്ച് വന്നപ്പം വിശ്വസിച്ചില്ല. തന്റെ മുറിവിലേക്ക് അയാളുടെ കൈവച്ച് അമർത്തി കാണിച്ചു കൊടുത്തിട്ടാണ് ജീസസ് തോമസിനെ വിശ്വസിപ്പിക്കുന്നത്. ഇങ്ങനൊരു സീൻ ബൈബിളിലുണ്ട്. ഒരു വലിയ ചിത്രമുണ്ട് അതിനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞൊരു സാത്താന്റെ പടം. അതിൽ ആ സാത്താന്റെ കുഞ്ഞിന്റെ കൈ സാത്താന്റെ വയറ്റിൽ തന്നെ ഇരിക്കുന്ന പോലത്തെ ഒരു പടം. ഈ പടം ലണ്ടൻ എക്സിബിഷൻ ഹാളിലുള്ളതാ. ഹീറോ ഈ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ വല്യച്ഛൻ പോലീസിന് കാണിച്ചു കൊടുത്തിട്ട് ഇതിലെ ഓരോ കൊലപാതകങ്ങളും ഓരോ ഹിസ്റ്റോറിക്കൽ ചിത്രങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. അതിൽ ജീസസിന്റെയും തോമസിന്റെയും പിക്ചർ, മുറിവിലേക്ക് കൈ കടത്തിയുള്ള പിക്ചർ, അതിന്റെ ഒറിജിനൽ മ്യൂണിച്ച് മ്യൂസിയത്തിലുണ്ട്. ഇപ്പൊ ഹീറോ ഇരിക്കുന്നതിന് പുറകിലുള്ള ബിൽഡിങ്ങിൽ അതേ രീതിയിലുള്ള കൊലപാതകമാണ് ആ ടൗണിൽ സംഭവിച്ചത്. ഇങ്ങനെ ഓരോ ടൗണിലെയും ആ ടൗണിലെ പ്രധാനപ്പെട്ട പെയിന്റിങ്സിനെ പോലെയോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിമയെ പോലെയോ ആണ് ഈ കൊലയാളികൾ കൊല ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ മ്യൂസിയത്തിലുള്ള പിക്ചറുടെ അതേപോലെ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും മ്യൂസിയത്തിലേക്കും വന്നിട്ടുണ്ടാവണം.
ഇവർ മ്യൂസിയത്തിലെ ഫൂട്ടേജ് ചെക്ക് ചെയ്യും. കൊല നടക്കുന്നതിന് തൊട്ട് മുൻപ് 1-2 ദിവസത്തിലുള്ള ഫൂട്ടേജ്. അതിൽ സംശയിക്കപ്പെടുന്നത് പോലെ ഒരു കപ്പിളുണ്ട്, 2 പേര്, ഒരാണും പെണ്ണും. അവർ CCTVയിൽ മുഖം പെടാത്ത രീതിയിലാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അവരാരാണെന്ന് കണ്ടുപിടിക്കണം. അവരാണ് ഇപ്പൊ സസ്പെക്റ്റ് ആയിട്ട് പോലീസുകാർക്ക് കാണുന്നത്. ഒരു കപ്പിളാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് ഏകദേശം അവർക്ക് മനസ്സിലായി. ആ ശരീര രൂപം വെച്ച് 20-നും 40-നും വയസ്സിനിടയിലാണെന്ന് മനസ്സിലായി. സോ ഒരു കപ്പിൾ 20-40 ഏജിലുള്ള കപ്പിൾ. കൊല നടക്കുന്നതിന് ഒരാഴ്ച മുന്നേ വരെ ഈ ടൗണിലേക്ക് വിസിറ്റ് ചെയ്ത എല്ലാ കപ്പിൾസിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറയും. പോലീസുകാരി അവിടെയുള്ള എല്ലാ പോലീസിനും ഈ മിഷൻ ഏൽപ്പിക്കുകയാണ്. ഇപ്പൊ അടുത്ത കൊലപാതകം നടക്കാനുള്ള സമയമായി. നാളെ മറ്റൊരു കൊലപാതകം നടക്കാൻ പോവുകയാണെന്ന് ഹീറോ ആ വല്യച്ഛൻ പോലീസിനോട് പറയും. മഡ്രിഡ് ടു ലണ്ടൻ, ലണ്ടൻ ടു സ്റ്റോക്ക്ഹോം. അങ്ങനെ സഞ്ചരിച്ച കപ്പിൾസ് ആരാണെന്ന് നോക്കിയാൽ മതി, നമുക്ക് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ശ്രമിച്ചൂടെ എന്ന് ഹീറോ ഈ വല്യച്ഛനോട് ചോദിക്കുന്നു. പക്ഷെ വല്യച്ഛൻ പറയും, യൂറോപ്യൻ യൂണിയൻ ഒരു ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അഗ്രിമെന്റിലാണ് ചലിക്കുന്നത്. നമ്മൾ ചോദിച്ചാൽ അവർ ഡീറ്റെയിൽസ് തരില്ല. പല രാജ്യങ്ങളല്ലേ, അവർ തരില്ല, അത് ബുദ്ധിമുട്ടാണെന്ന് പറയും. ഈ സമയത്ത് ബ്രില്യൻ്റായ പോലീസുകാർ എല്ലാ കപ്പിൾസിനെയും നോക്കി 2 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാക്കും മാക്കിന്റെ ഭാര്യ എന്ന് പറയുന്ന പെണ്ണും. ഈ ഭാര്യ എന്ന് പറയുന്ന പെണ്ണ് ഒരു ടാറ്റു ആർട്ടിസ്റ്റാ. മാക്ക് 7 ദിവസം മുന്നേ സ്റ്റോക്ക്ഹോമിലേക്ക് വന്നു. ഈ ഭാര്യ എന്ന് പറയുന്ന പെണ്ണ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവരിപ്പോ എവിടെയാണ്, അവരുടെ മൂവ്മെന്റ് ഏത് ഭാഗത്താണെന്ന് പോലീസുകാർ സെർച്ച് ചെയ്യാൻ പറയും. ഈ സമയത്ത് മാക്കും വൈഫും കൂടെ നമ്മുടെ പീറ്ററിനെയും സിൽവിനെയും അവരുടെ ഏതോ ഒരു ഐലൻഡിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. പോകുന്ന വഴി നിങ്ങൾക്കിത് ഓർമ്മയുണ്ടോ, ഞാൻ ഇപ്പോഴും കാത്തു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് മിസ്സായ മങ്കി ക്യാപ്പ് കാണിച്ചു കൊടുക്കും. അപ്പൊ സിൽവി അത് വാങ്ങിച്ചിട്ട്, എന്തായാലും നിങ്ങൾ കാത്തു വെച്ചല്ലേ, എന്റെ സമ്മാനമായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു. ഇവരങ്ങനെ ഒരു ഐലൻഡ് ഹൗസിലേക്ക് വരികയാണ്. അപ്പോഴേക്കും പോലീസുകാർക്ക് ഇവർ ഐലൻഡ് ഹൗസിലേക്കാണ് പോയിട്ടുള്ളതെന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞു. അവർ ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയെ ഈ മാക്കിന്റെ ഹിസ്റ്ററിയിൽ 2-3 ഡ്രഗ് കേസ് ഉള്ളതായിട്ട് പോലീസുകാർ ഹീറോയോട് പറയുന്നുണ്ട്. പിന്നെ മറ്റേ പെണ്ണിന് കുഴപ്പമൊന്നുമില്ല, അതൊരു ടാറ്റു ആർട്ടിസ്റ്റ് മാത്രമാണ്, ചെറിയ ചില പെറ്റി കേസ് മാത്രമേ ഉള്ളൂ, വെള്ളമടിച്ച് പൂസായി വഴക്കുണ്ടാക്കിയ കേസുകളൊക്കെ ഉള്ളൂ. ഇവരാദ്യം അവർ താമസിച്ചിരുന്ന മുറി ചെന്ന് ചെക്ക് ചെയ്യും. അവിടുന്ന് വിവരങ്ങളൊന്നും കിട്ടില്ല. നേരെ ഐലൻഡിലേക്ക് ഇവരെത്തുമ്പോഴേക്കും അവിടെ ക്രൈം നടന്നു കഴിഞ്ഞു. പോലീസുകാർ ഏകദേശം കളം വരച്ച് അതൊരു ക്രൈം സീനായിട്ട് സെറ്റ് ചെയ്തിരിക്കുക. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. കൊല്ലപ്പെട്ടത് പാർക്കോ സിൽവിയോ അല്ല, മാക്കും മാക്കിന്റെ ഭാര്യയായ ആ ടാറ്റു ആർട്ടിസ്റ്റുമാണ്. കൂടെ തന്നെ നമ്മുടെ മങ്കി ക്യാപ്പും ഉണ്ട്. ആ മങ്കി ക്യാപ്പ് എടുത്തിട്ട് പറയും ഹീറോ, അതങ്ങേരെ മകളുടേതാണെന്ന്. ഈ ബോഡിയിൽ 4 ചെവി മെയിലിന്റെ പുറത്തായി വെച്ചിട്ടുണ്ട്, ചിറകുള്ളതുപോലെ. മറ്റേതോ കണ്ടുപിടിക്കാത്ത, ഇതുവരെ പോലീസുകാർ കണ്ടുപിടിക്കാത്ത ബോഡികളിൽ നിന്ന് മുറിച്ചു മാറ്റിയതാവാം. ഈ ബോഡിയെ കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥ അത് നോക്കുമ്പോൾ ക്യൂപ്പിഡ് വാക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്കൾപ്ചർ ഉണ്ട്, ഒരു ഏഞ്ചൽ സ്കൾപ്ചർ. അതേ രീതിക്കാണ് ഈ ബോഡീനെ കില്ലർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെവി മുതുകത്തായിട്ട് വെച്ചിരിക്കുന്നത് മാലാഖയുടെ ചിറകിനെ ആയിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അവിടുന്ന് തിരിച്ച് ഈ ന്യൂസ് റിപ്പോർട്ടർ അടുത്തേക്ക് വന്ന ഹീറോ ഇനിയും അവരെന്ത് മെസ്സേജാണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറയും. ഒരു കാര്യം മനസ്സിലായത്, മാരീഡായ കപ്പിൾസിന്റെ സന്തോഷമില്ലായ്മ ചെയ്യുക. കല്യാണം കഴിക്കുന്ന കപ്പിൾസിന് ഇഷ്ടപ്പെടുന്നില്ല, അവരുടെ സന്തോഷം ജോയ് ഇല്ലാതാക്കുക. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പോലീസുകാർ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ മാക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ കപ്പിൾ പീറ്ററും സിൽവിയും, അതാരാണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ മാക്ക് ഇവരൊരു റെസ്റ്റോറന്റിനകത്തേക്ക് വിളിച്ചിട്ട് പോയില്ലേ, അവിടുത്തെ CCTV ഫൂട്ടേജിൽ ഇവരുടെ മുഖം വളരെ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ബോഡി ഷേപ്പൊക്കെ നോക്കുമ്പോൾ മ്യൂസിയത്തിലേക്ക് വന്ന 2 പേരുമായിട്ട് മാച്ചാണ്. ഇതവിടെ പോലീസുകാർ കണ്ടുപിടിക്കുന്ന സമയം ഇവിടെ പീറ്ററും സിൽവയും അവരെ ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുക. അപ്പൊ ലോബിയിലെ ആള് ഇവർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയം ഈ കപ്പിളിനെ കണ്ട ഒരു സ്ട്രേഞ്ച് ഫീൽ തോന്നിയിട്ട് പോലീസിന് ഇൻഫോം ചെയ്യും. കാരണം ഹോട്ടൽ മുറികൾക്ക് ഓൾറെഡി പോലീസുകാർ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, സംശയമുള്ളവരെ ഉടനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. സോ അത് പ്രകാരം ഇവരറിയാതെ ഹോട്ടൽ ജീവനക്കാരൻ പോലീസിനെ വിവരം അറിയിക്കും. നമ്മുടെ പീറ്ററും സിൽവിയും ഹോട്ടൽ മുറിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പുറത്തു വരുമ്പോഴേക്കും ചുറ്റും പോലീസുകാർ വളഞ്ഞു പിടിക്കും. അവരെ വളഞ്ഞു പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്, ക്വസ്റ്റ്യൻ മുറിയിലേക്ക്. മുറിയിൽ കൊണ്ടുപോയി ഇരുത്തുമ്പോഴാണെങ്കിൽ നടന്നതൊന്നും അറിയാത്ത പോലെയായിരിക്കും സിൽവിയയും പീറ്ററും പെരുമാറുന്നത്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്, എന്താണ് പറ്റിയിരിക്കുന്നത്, എന്താ കാര്യം അവർ ചോദിക്കും. ഇവര് മാക്കിന്റെയും ഭാര്യയുടെയും ഫോട്ടോ കാണിച്ച് ഇവരറിയുമോ എന്ന് ചോദിക്കുമ്പോൾ സിൽവിയ പറയും, അത് അറിയാം, അത് മാക്കും ഭാര്യ നിയങ്കയും ആണ്, ഞങ്ങൾ ഇന്നലെയും അവരെ കണ്ടിരുന്നു. എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവർ കൊല ചെയ്യപ്പെട്ട ഫോട്ടോസ് പോലീസുകാർ ഇവർക്ക് കാണിച്ചു കൊടുക്കും. സിൽവിയെ കണ്ട് പേടിക്കുകയാണ് ആ ഫോട്ടോസ്. എന്തുപറ്റി, ഇവർക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അപ്പൊ പോലീസുകാര് ഇന്നലെ നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലേ എന്ന് ചോദിക്കും. അപ്പൊ സിൽവിയ, ഞങ്ങൾ ഇന്നലെ ഒരു ഐലൻഡിൽ പോയിരുന്നു,
പക്ഷേ എന്റെ ഭർത്താവിന് സുഖമില്ലാതായതുകൊണ്ട് അവൻ ഛർദ്ദിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നീട് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. സിൽവിയ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് പീറ്ററും പറയുക. ഒരു കാര്യം പോലും വ്യത്യാസമില്ലാതെ എക്സാക്ട്ലി സെയിം സംഭവങ്ങളാണ് ഇവനും പറയുന്നത്. ഇത് തന്നെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് കൂടുതൽ സംശയമാവും. ഇവള് തന്നെയാണ് കുറ്റവാളി, ബുദ്ധിശാലിയായ കുറ്റവാളിയാ. അവള് നമ്മളെ പറ്റിക്കുകയാണ്. എനിക്ക് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് ഹീറോ ഈ പോലീസുകാരോട് പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ പോലീസുകാർക്കാണെങ്കിൽ ഇത്രയും ഷാർപ്പായി മറുപടി പറയുന്ന, പേടിക്കാതിരിക്കുന്ന ഈ പിള്ളേരെ കണ്ട് ഇവര് കുറ്റവാളികളാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ കൊലപാതകികൾ സഞ്ചരിച്ച പാതയല്ലാതെ ഇവര് മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് പറയുക. അതിനുള്ള എവിഡൻസ് അവരുടെ കയ്യിലുണ്ട്. ഹോട്ടൽ മുറിയിലെ ബില്ലും യാത്ര ചെയ്ത ബസ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോൾ ഹീറോ പറയുക, ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കാം, എന്നിട്ട് അത് എവിഡൻസ് ആയിട്ട് കാണിക്കാം. അവിടെ പോകണമെന്ന് നിർബന്ധമില്ല. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കാൻ പറയും ഹീറോ അവരോട്. ഇവർ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസും ചോദിക്കുന്നു. അതിനെല്ലാം ഷാർപ്പായ മറുപടികൾ. ഹീറോ വീണ്ടും വീണ്ടും അവള് പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഏറ്റെടുക്കാനുള്ള പ്രൂഫില്ല. ഈ പെണ്ണാണെങ്കിൽ മ്യൂസിയം, എക്സിബിഷൻ ഇതിനെല്ലാം പോയിട്ടുള്ള തെളിവ് അവളുടെ കയ്യിലുണ്ടെന്ന് പറയും. കാണിച്ചും കൊടുക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ പോലീസുകാർ അവരെ റിലീസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. കാരണം പ്രൂഫൊന്നുമില്ല.